ഈ ഒരു ക്വസ്റ്റ്യൻ PG ടാറ്റുവിലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ TCS പാറ്റേൺ പുതിയ പാറ്റേൺ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് രണ്ട് ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, എയും ബിയും ആണ്. അത് ടാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എയും ബിയും ഫിൽ ചെയ്യുന്നത് 32 28 അവർ വെച്ചിട്ടാണ്. ഈ ബോത്ത് പൈപ്പ്സ് ആർ ഓപ്പൺ ഓൾട്ടർനേറ്റീവ്ലി ഫോർ 1 hour. അതായത് ഓരോ മണിക്കൂർ ആദ്യം എ ഓപ്പൺ ചെയ്ത് പിന്നെ ബിയും അങ്ങനെ അങ്ങനെ. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് എ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. ഓൾട്ടർനേറ്റീവായിട്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്ന ആദ്യം ഒരെണ്ണം തുറന്നു, പിന്നെ അപ്പോൾ മറ്റേതോ കൂട്ടിയിരിക്കുമായിരിക്കും, പിന്നെ അങ്ങനെ അങ്ങനെ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൗ മച്ച് ടൈം വിൽ ദ ടാങ്ക് വിൽ ബി ഫിൽഡ്? ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും ആണെന്ന് വിചാരിക്കുക. നമ്മൾ എഫിഷ്യൻസി മെത്തേഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം തന്നിട്ടുണ്ട്. ടൈം 32 അവർ, 28 അവർ. ഇവിടെ ശ്രദ്ധിക്കണം, രണ്ടും ഒരേ യൂണിറ്റ് ആണെന്ന് ശ്രദ്ധിക്കണം. ഇവിടെ രണ്ടും അവർ ആയതുകൊണ്ട് വലിയ സീനില്ല. നമുക്കറിയാം ഇത് 8x4 എന്നറിയാം, ഇത് 7x4 എന്നറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈത്തൺ സിസ്റ്റം ചെയ്യുമ്പോൾ പൊതുവെ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചിട്ട് എഫിഷ്യൻസി മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും എഫിഷ്യൻസി മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഈ പറയുന്ന 32ൻ്റെയും 28ൻ്റെയും LCM ആയിട്ട് എടുക്കുക. അല്ലേ, 32ൻ്റെയും 28ൻ്റെയും LCM ആയിട്ട് എടുക്കാം. അതായത് 8x4x7 അതായിരിക്കും ഇതിൻ്റെ LCM ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ രണ്ടിടത്ത് 4 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഒരു 4 എടുക്കാം, ബാക്കി രണ്ടും ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ഇത് ഏകദേശം 224 അടുപ്പിച്ചായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, 32 × 7 224 അടുപ്പിച്ചായിരിക്കും വരാൻ പോകുന്നത്. ഇനി എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 224 എക്ക് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു? സോറി, ഈ 224 ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ഒരു യൂണിറ്റ് ടൈമിൽ എക്ക് എത്ര ഫില്ല് ചെയ്യാൻ പറ്റുന്നു, അതാണ് ഇതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് 7 എന്ന് പറഞ്ഞിട്ടും ഇവിടുത്തെ എഫിഷ്യൻസി 8 എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് കിട്ടുന്നത്? വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി. വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി 7, ഇതിൻ്റെ എഫിഷ്യൻസി 8. ഇതിനർത്ഥം ഒരു മണിക്കൂറിൽ ഇത്രയും ഫില്ല് ചെയ്യാൻ എനെ കൊണ്ട് പറ്റും. ഇതിനർത്ഥം ഒരു മണിക്കൂർ ഇത്രയും ഫില്ല് ചെയ്യാൻ ബീനെ കൊണ്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ആദ്യം എ പിന്നെ ബി, ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഡേ എ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു മണിക്കൂർ കൊണ്ട് എക്ക് 7 ഫില്ല് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തെ ഡേ ബി മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഇത് വെച്ചിട്ട് 8 ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ദിവസത്തെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. 2 ദിവസത്തെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ 15 ടോട്ടൽ ഫില്ല് ചെയ്യും. ഓക്കെ, ഓരോ 2 ഡേ കഴിയുമ്പോഴും 15 ഫില്ലായി പോകും. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇത് ടാങ്ക് ഫുള്ളാകാൻ എന്ന് പറയുമ്പോൾ 224 ഫില്ലാകാൻ എത്ര ഡേ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15ൻ്റെ മൾട്ടിപ്പിൾ 224 അടുത്തുള്ളത്. ആക്ച്വലി 15നെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്യണം. ഇവിടെ ഇപ്പം നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ 24 30 22 36 ഇത് മാത്രമേ ക്ലോസ് ആയിട്ടുള്ള അത്യാവശ്യം, ബാക്കിയൊന്നും ക്ലോസ് അല്ല. അപ്പം എനിക്കറിയാം 15 × 15 225 അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ 15 × 20 ചെയ്യുമ്പോൾ 30 ഡേയ്സ് കിട്ടും. സോ 30 ഡേയ്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ, കാരണം ഇത് റൗണ്ടഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ദെൻ നമുക്ക് ഇവിടെ വേറെ ആൻസർ വരുമെന്ന് പേടിക്കാൻ വേണ്ട, കാരണം 225ൻ്റെ കണക്ക് വെച്ചാണ് നമ്മൾ എടുത്തത്. ആക്ച്വലി 224 ഉള്ളൂ. ഓക്കെ, ഇവിടെ 29 പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ വരേണ്ടത്. 29 എന്നൊരു ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 15 × 15 225 എന്ന കണക്കെടുത്ത് ചെയ്യുക. കാരണം ക്ലോസ് ആയിട്ടുള്ള ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് 225 എടുത്തത്. ഓക്കെ, കാരണം 224 അടുത്ത് മതിയല്ലോ, അതുകൊണ്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 224നെക്കാളും ചെറിയ 15ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചിട്ട് ദെൻ ആ 224ലോട്ട് എങ്ങനെ എത്തും, എത്ര സ്റ്റെപ്പുകളിൽ എത്തും എന്നാണ് സാധാരണ നോക്കേണ്ടിയിരുന്നത്.